ഇറാനിൽ അമേരിക്ക ഉടൻ ആക്രമണം നടത്തില്ലെന്നാണ് വിവരം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് ഒന്നും പറയാനുമാകില്ല. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ചില പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഏറെ നാളത്തെ സ്വപ്നം വളഞ്ഞ വഴിയിൽ ട്രംപ് സ്വന്തമാക്കിയതും ലോകം കണ്ടു. സ്വാഗതം പോയ വാരത്തെ ലോകവിശേഷങ്ങളിലേക്ക്, ഭൂലോകത്തിലേക്ക്. ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ വ്യാപാരികൾ ആരംഭിച്ച പ്രതിഷേധം അത് ആളിപ്പടർന്ന് 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ കണ്ട മഹാപ്രക്ഷോഭമായി. 4 പതിറ്റാണ്ടിലധികമായി മറുവാക്കില്ലാത്ത മേധാവിത്വമാണ് ഇപ്പോൾ ഇറാന്റെ തെരുവീഥികളിൽ വിചാരണ ചെയ്യപ്പെടുന്നത്. സ്വന്തം ജനത മതാധിഷ്ഠിത ഭരണത്തെ മുൾമുനയിൽ നിർത്തുമ്പോൾ ഇറാനിൽ അടുത്ത നിമിഷം എന്ത് എന്നതാണ് ഉദ്വേഗം. ദൈവതുല്യനായി വാഴ്ത്തപ്പെടുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ ചിത്രം. ആ ചിത്രത്തിൽ തീ കൊളുത്തി ചുണ്ടിൽ കടിച്ചു പിടിച്ച സിഗരറ്റിലേക്ക് അവൾ ആ തീ പകരുന്നു. ഒരു ജനതയ്ക്ക് ഭരണകൂടത്തോടുള്ള പകയുടെ കനൽ. ഇറാനിൽ ആ കനൽ ഏറിയും കുറഞ്ഞും എരിയാൻ തുടങ്ങിയിട്ട് 5 പതിറ്റാണ്ടാകുന്നു. ജനുവരി 16, 1979 ഷാ മുഹമ്മദ് റസ പഹ്ലാവി ഇറാനിൽ നിന്ന് നാടുകടത്തപ്പെട്ട ദിവസം. ഇറാനിലെ രാജവാഴ്ചയുടെ മയൂരസിംഹാസനം നിലംപൊത്തിയത് അന്നാണ്. ഇറാന്റെ 2500 വർഷത്തെ രാജവാഴ്ചയുടെ ചരിത്രം കൂടിയാണ് അന്ന് തിരുത്തി കുറിച്ചത്. 50 വർഷത്തിനിപ്പുറം മറ്റൊരു ജനുവരിയിൽ വിലക്കയറ്റവും പണപ്പെരുപ്പവും സാമ്പത്തിക പ്രതിസന്ധിയും അങ്ങനെ ചികിത്സിച്ചു ഭേദപ്പെടുത്താനാകാത്ത വിധം പലതരം അർബുദം പടർന്നു പിടിച്ചൊരു ഭൂമിക പോലെയാണ് ഇന്ന് ആയത്തുള്ള അലി ഖമനേയിയുടെ ഇറാൻ. കടലാസിന്റെ വില പോലുമില്ലാത്ത ഇറാൻ റിയാൽ, കയ്യിലുള്ള റിയാൽ സ്വർണവും ഡോളറുമാക്കി മാറ്റുന്നു ഇറാനിലെ സമ്പന്നർ. ഭക്ഷ്യ സബ്സിഡികൾ എടുത്തു കളഞ്ഞതോടെ പട്ടിണി മാത്രം രുചിക്കുന്ന സാധാരണക്കാർ. എണ്ണക്കിണറുകളുടെ രാജ്യത്ത് പൊള്ളുന്ന വിലയാണ് ഇന്ധനത്തിന്. ഈ നിവർത്തികേടുകളാണ് 31 പ്രവിശ്യകളിലെ ജനങ്ങളെ അധികാരവർഗത്തിനെതിരെ തെരുവിലിറക്കിയത്. ഈ നിസ്സഹായതയാണ് അവരുടെ രോക്ഷാഗ്നിക്ക് ഇന്ധനമായത്. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു, 10,000-ങ്ങൾ അറസ്റ്റിലായി. രാജ്യത്ത് ഇന്റർനെറ്റ് സേവനം ദിവസങ്ങളോളം നിശ്ചലമായി. സഹായം എത്തുമെന്ന ട്രംപിന്റെ വാക്കുകൾ പ്രതിഷേധക്കാർക്ക് ആവേശമായി. ഖമനേയി ഭരണകൂടത്തെ കീഴ്മേൽ മറിക്കണമെന്ന പ്രക്ഷോഭകാരോട് ആവർത്തിച്ചുകൊണ്ടിരുന്നു റസ സിറസ് പഹ്ലാവി. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പിന്തുണയോടെ തീവ്രവാദികളാണ് സമരം ചെയ്യുന്നതെന്നാണ് ഇറാൻ ഭരണകൂടം വാദിച്ചത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. പ്രതിഷേധക്കാരെ നേരിടാൻ പ്രതിരോധം തീർത്ത സർക്കാർ അനുകൂല പ്രകടനങ്ങളും പകൽ സമയങ്ങളിൽ നടന്നു. അതിന്റെ മുൻനിരയിൽ ഇറാന്റെ മന്ത്രിമാർ തന്നെ അണിനിരക്കുകയും ചെയ്തു. ഏത് നിമിഷവും സൈനിക നീക്കമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ നിലനിർത്തി അമേരിക്ക. അങ്ങനെയുണ്ടായാൽ അതേ നാണയത്തിൽ നേരിടുമെന്ന മറുപടി നൽകുകയും ചെയ്തു ഇറാൻ. ഒരു ഘട്ടത്തിൽ രാജ്യം വിടാൻ വരെ പദ്ധതികൾ തയ്യാറാക്കി ഇറാന്റെ പരമോന്നത നേതാവ്. ഏത് വിധേനയും പ്രതിഷേധം അടിച്ചമർത്താനായിരുന്നു ഇറാൻ സർക്കാരിന്റെ ശ്രമം. 800ഓളം പ്രതിഷേധക്കാരെ തൂക്കിലേറ്റാനായിരുന്നു ഇറാന്റെ നീക്കം. അമേരിക്കയുടെ താക്കീതോടെയാണ് ആ നീക്കം ഉപേക്ഷിച്ചത്. പ്രതിഷേധക്കാരെ ആരെയും തൂക്കിലേറ്റാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നു ഇറാൻ വിദേശകാര്യമന്ത്രിക്ക്. പ്രക്ഷോഭങ്ങളും നേതാക്കളുടെ വാക്പോരും ഒരു വശത്ത് തുടരുമ്പോഴും ചർച്ചകൾക്കുള്ള സാധ്യത തുറന്നിട്ടിരുന്നു ഇറാനും അമേരിക്കയും. ഗൾഫ് അറബ് രാജ്യങ്ങളുടെ ഇടപെടലിൽ ഒടുവിൽ ഇറാനെതിരെ കടുത്ത നടപടിക്ക് ഇപ്പോൾ മുതിരില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞു. മധ്യസ്ഥ ചർച്ചകൾക്ക് റഷ്യയും ചൈനയും സന്നദ്ധത അറിയിച്ചു. ഇറാനിൽ 20 ദിവസം ഇരുട്ടിനെ പകലാക്കിയ പ്രതിഷേധത്തിൽ ഇപ്പോൾ അല്പം കെട്ടടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആയുസ് എത്രയെന്ന് കാത്തിരിക്കണം. ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയത് മുതൽ ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. അമേരിക്കയും യൂറോപ്പും സാമ്പത്തിക ഉപരോധങ്ങൾ കടുപ്പിച്ച ഇറാനെ ഞെരുക്കിക്കൊണ്ടിരുന്നു. ഈ വരിഞ്ഞുമുറുകലിനിടയിലും ആണവായുധം നിർമ്മിക്കുന്നതിലായിരുന്നു ഇറാന്റെ ശ്രദ്ധ. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ വെല്ലുവിളിച്ചു ഇറാൻ.
ഒടുവിൽ കഴിഞ്ഞ ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആ ആക്രമണം ഇറാനെ എല്ലാ അർത്ഥത്തിലും തളർത്തി. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും മുൻപാണ് ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ. വർത്തമാനകാലത്ത് മറ്റൊരു വിപ്ലവത്തിന്റെ തീച്ചൂളയിൽ ഇറാൻ എരിയുമ്പോൾ എന്താകും രാജ്യത്തിന്റെ ഭാവി? ഇറാനിൽ ഒരു സൈനിക നടപടിയും ഭരണമാറ്റവും എളുപ്പമല്ലെന്ന് അമേരിക്കയ്ക്കും നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് തീരുവ ഭീഷണി അമേരിക്ക പ്രഖ്യാപിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്ന ഇറാന്റെ മുന്നറിയിപ്പോടെ കരുതലെടുത്തു അമേരിക്കയും. ഇറാനെതിരെ അമേരിക്കയുടെ സൈനിക നടപടി ഉണ്ടാകുമോ? രാജവംശത്തിലെ ഇളമുറക്കാരനായി വീണ്ടും ഇറാന്റെ മയൂര സിംഹാസനം മോഹിക്കുന്ന റസ പഹ്ലവിക്ക് തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാകുമോ? വിപ്ലവ നക്ഷത്രം ആയത്തുള്ള അലി ഖമനേയി 86-ാം വയസ്സിൽ ഈ പ്രതിസന്ധിയും മറികടക്കുമോ? എന്തായാലും അമേരിക്കൻ സൈനിക കപ്പലുകൾ ഇറാന്റെ വിളിപ്പാടകലെ നങ്കൂരമിട്ടിട്ടുണ്ട്. എന്തും നേരിടാൻ തയ്യാറായി ഇറാന്റെ മിസൈലുകളും. ദീർഘകാലമായി നടക്കുന്ന സൈനിക സംഘർഷം ശമിപ്പിക്കാൻ കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനയും ധാരണയിലെത്തിയതിനു പിന്നാലെയാണ് ഇപ്പോൾ പുതിയ സംഘർഷങ്ങൾക്ക് വഴി തുറക്കുന്നത്. ജമ്മു കാശ്മീരിലെ ഷക്സ്ഗാം താഴ്വരയെ ചുറ്റിപ്പറ്റിയാണ് പുതിയ അനിശ്ചിതത്വം. ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായ മേഖലയെ പാകിസ്ഥാൻ എന്തിനാണ് ചൈനയ്ക്ക് കൈമാറിയത്? ചൈനയുടെ നിർമ്മാണം ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ടോ? തർക്കപ്രദേശത്ത് ചൈന 75 കിലോമീറ്റർ നീളമുള്ള റോഡ് നിർമ്മിച്ചതാണ് പുതിയ നയതന്ത്ര സംഘർഷങ്ങളിലേക്ക് വഴി തുറന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തമാവുന്നതിനിടെയാണ് മറ്റൊരു ഭാഗത്ത് ചൈനീസ് പ്രകോപനം തുടരുന്നത്. അതിർത്തി തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം തകരാറിലായേക്കുമെന്ന ആശങ്കകളുമുണ്ട്. അതിർത്തി കരാറിന്റെ ഭാഗമായി പാകിസ്ഥാൻ ചൈനയ്ക്ക് വിട്ടുകൊടുത്തിരുന്ന പ്രദേശമാണ് ഷക്സ്ഗാം താഴ്വര. ഇവിടെ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡിന്റെ നിർമ്മാണം ചൈന പൂർത്തിയാക്കിയതാണ് പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ടത്. ഇന്ത്യയുടെ വാദത്തിന്റെ കാതൽ 1963 പാകിസ്ഥാൻ ചൈന അതിർത്തി കരാറാണ്. 1947 ഒക്ടോബറിൽ ജമ്മു കാശ്മീർ ഇന്ത്യയോട് ചേർന്നതോടെ ഷക്സ്ഗാം താഴ്വര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നിയമപരമായി ഇന്ത്യയുടെ ഭാഗമായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ബലപ്രയോഗത്തിലൂടെ ഈ പ്രദേശങ്ങളിൽ പിടിമുറുക്കി. തുടർന്ന് ഇന്ത്യയുടെ ആശങ്കകൾ പൂർണ്ണമായി അവഗണിച്ച് 1963 ചൈനയ്ക്ക് പ്രദേശം വിട്ടു നൽകുകയായിരുന്നു. ഇന്ത്യ ഈ കരാറിനെ തുടക്കം മുതൽ നിയമവിരുദ്ധവും അസാധുവുമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പരമാധികാരമില്ലാത്ത ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ പ്രദേശം കൈമാറാൻ കഴിയില്ലെന്ന അന്താരാഷ്ട്ര നിയമതത്വം ഇവിടെ ലംഘിക്കപ്പെട്ടുവെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ആയിരത്തി 1963 പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച അതിർത്തി കരാറിന്റെ ഭാഗമായി പാകിസ്ഥാൻ ഈ പ്രദേശം ചൈനയ്ക്ക് വിട്ടുകൊടുത്തു. അതോടെയാണ് ഷക്സ്ഗാമിനെ ചൊല്ലി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അവകാശ തർക്കങ്ങളും ആരംഭിച്ചത്. ഈ കരാർ അനധികൃതവും നിയമവിരുദ്ധവുമാണെന്നാണ് ഇന്ത്യ കണക്കാക്കുന്നത്. ഇന്ത്യക്ക് പ്രദേശത്തിന്മേൽ പരിപൂർണ അവകാശമുണ്ടെന്ന് ഇന്ത്യ ആവർത്തിക്കുന്നു. ഷക്സ്ഗാം താഴ്വര മുഴുവനായും നമ്മുടേതാണെന്നാണ് ഇന്ത്യ അവകാശപ്പെടുന്നത്. ചൈനയാകട്ടെ ഈ പ്രദേശം തങ്ങളുടെ സിൻജിയാങ് പ്രവിശ്യയുടെ ഭാഗമാണെന്നും 1963 കരാർ പ്രകാരം അവകാശമുണ്ടെന്നും വാദിക്കുന്നു. അതിർത്തി കരാർ പ്രകാരം കാശ്മീർ തർക്കം പരിഹരിക്കപ്പെടുന്ന മുറയ്ക്ക് വീണ്ടും ചർച്ചകൾ നടത്താമെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും ഇന്ത്യ ഈ അതിർത്തി കരാർ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ചൈന ഈ മേഖലയിൽ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായി അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്നതാണ് പുതിയ തർക്കങ്ങളിലേക്ക് നയിച്ചത്.
ജനവാസം നന്നേ കുറവുള്ളതും ദുർഘടമായ മേഖലയുമാണ് ഷക്സ്ഗാം താഴ്വര. എന്നിരുന്നാലും ഈ മേഖലയുടെ തന്ത്രപരമായ സ്ഥാനം ഇന്ത്യക്ക് നിർണായകമാണ്. സിയാച്ചിനിൽ നിന്ന് പാകിസ്ഥാൻ നീക്കങ്ങളെ നിരീക്ഷിക്കാനും കാരക്കോറം മലനിരകളിൽ നിന്ന് ചൈനയെ നിരീക്ഷിക്കാനും ഷക്സ്ഗാം ഇന്ത്യക്ക് സ്വാധീനം നൽകുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളമായ സിയാച്ചിൻ ഹിമാനദിയുടെ വടക്കു ഭാഗത്താണ് ഈ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിയന്ത്രണ രേഖയിലാണ് പാകിസ്ഥാൻ സൈന്യത്തെ ഇന്ത്യ നിരീക്ഷിക്കുന്നത്. കാരക്കോറം ചുരവുമായുള്ള സാമീപ്യമാണ് ഇന്ത്യക്ക് ഈ സൗകര്യം നൽകുന്നത്. അതിനാൽ ഷക്സ്ഗാമിലെ ഏതു പ്രവർത്തനങ്ങളും നിയന്ത്രണ രേഖയിലും യഥാർത്ഥ നിയന്ത്രണ രേഖയിലുമുള്ള ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ നേരിട്ട് ബാധിക്കും. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായാണ് നിർമ്മാണം നടക്കുന്നത്. കാരക്കോറം മലനിരകളിൽ നിന്നുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും പാക് അധീന പ്രദേശങ്ങളിലേക്ക് കൂടുതൽ പ്രവേശനം നേടാനും ഈ റോഡ് ചൈനയെ സഹായിക്കും. അതിനാൽ സുരക്ഷാപരമായ പ്രത്യാഘാതങ്ങളും ഇന്ത്യക്ക് മുന്നിലുണ്ട്. ഈ പ്രദേശത്തുള്ള ചൈനയുടെ സാന്നിധ്യത്തിലൂടെ പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള സംയോജിത ഭീഷണികൾ ഇന്ത്യക്ക് മുന്നിലെത്തും. സിയാച്ചിനടുത്തുള്ള റോഡ് കണക്ടിവിറ്റി, തുരങ്കങ്ങൾ, നിർമ്മാണ സൈറ്റുകൾ എന്നിവ വർദ്ധിച്ചതായാണ് 2025 അവസാനം പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ ബഫർ സോണുകൾ കുറയുന്നതായാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്നും പ്രതിരോധ നടപടികൾക്ക് തയ്യാറെടുക്കുന്നുണ്ടെന്നും ഇന്ത്യൻ കരസേനാ മേധാവി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. Shaksgam Valley is Indian territory. We have never recognized the so-called China-Pakistan boundary agreement that happened in 1963. We have consistently maintained that the agreement is illegal and invalid. We do not recognize the so-called China-Pakistan economic corridor either, which passes through Indian territory that is under forcible and illegal occupation. ഷക്സ്ഗാം താഴ്വര വിഷയം ഇന്ത്യ ചൈന ബന്ധത്തിലെ മറ്റൊരു പരീക്ഷണമായി മാറുകയാണ്. ലഡാക്കിൽ സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ മറ്റൊരു മേഖലയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം ഇരു രാജ്യങ്ങളുടെയും പരസ്പര വിശ്വാസത്തെ ദുർബലപ്പെടുത്തും. ഇന്ത്യയുടെ ആവശ്യം ലളിതവും സ്ഥിരവുമാണ്. ചരിത്രവും നിയമവും അംഗീകരിക്കുന്ന പരമാധികാരം മാനിക്കപ്പെടണം. തർക്കവിധേയമായ പ്രദേശങ്ങളിൽ ഏകപക്ഷീയമായ നടപടികൾ ഒഴിവാക്കണം. അതിർത്തി പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും നിലവിലെ കരാറുകളുടെ അടിസ്ഥാനത്തിലുമാണ് പരിഹരിക്കപ്പെടേണ്ടത്. ഷക്സ്ഗാം താഴ്വരയിലെ സംഭവവികാസങ്ങൾ ഇന്ത്യക്ക് വെറും ഭൂപ്രദേശ തർക്കമല്ല. അത് ദേശീയ സുരക്ഷയുടെയും അന്താരാഷ്ട്ര നിയമത്തിൻ്റെ വിശ്വാസ്യതയുടെയും വിഷയമാണ്. സ്വന്തം പരമാധികാരത്തെ സംരക്ഷിക്കാനുള്ള അവകാശത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. സംഘർഷമുണ്ടാക്കാതെ തങ്ങളുടെ ഭൂപ്രദേശപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള വെല്ലുവിളി. ഇന്ത്യയെ പ്രകോപിപ്പിക്കാതെ, സംഘർഷങ്ങളിലേക്ക് എത്തിക്കാതെ സ്വപ്ന പദ്ധതിയായ സാമ്പത്തിക ഇടനാഴി പൂർത്തീകരിക്കുക എന്നതാണ് ചൈനയ്ക്ക് മുന്നിലെ വെല്ലുവിളിയും. എന്താകും കിഴക്കൻ ലഡാക്കിനെ കാത്തിരിക്കുന്നത്? വ്ളാഡിമിർ പുടിൻ്റെ റഷ്യ ആഗോള യുദ്ധഭൂമിയിൽ നടപ്പിലാക്കുന്ന ഒരു റിയൽ ലൈഫ് ഓപ്പറേഷനെ പറ്റിയാണ് ഇനി. ശത്രുരാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങളെ വെറും പാഴ്വസ്തുക്കളാക്കാൻ റഷ്യ വികസിപ്പിച്ച പുതിയ വാർഫെയർ സിസ്റ്റം ഇന്ന് ലോകത്തെ വിറപ്പിക്കുകയാണ്. എന്താണ് റഷ്യയുടെ പുതിയ വജ്രായുധം?
കോടികൾ വിലമതിക്കുന്ന റഡാർ സംവിധാനങ്ങളെ നിമിഷനേരം കൊണ്ട് ഇരുട്ടിലാക്കാൻ കഴിയുന്ന ക്രാസുഖ 4 ആണ് റഷ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു മൊബൈൽ ഗ്രൗണ്ട് ബേസ്ഡ് ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റമാണ്. എന്നാൽ ഇതിന്റെ പ്രഹരശേഷി ഭയാനകമാണ്. ശത്രുവിന്റെ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ, ചാര ഉപഗ്രഹങ്ങൾ, റഡാർ വഴിയുള്ള മിസൈലുകൾ എന്നിവയെ 300 കിലോമീറ്റർ ദൂരപരിധിയിൽ വെച്ച് തന്നെ തടയാൻ ഇതിന് സാധിക്കും. റഡാർ തരംഗങ്ങളെ തിരിച്ചറിയുകയും അവയേക്കാൾ ശക്തമായ സിഗ്നലുകൾ അയച്ച് ശത്രുവിന്റെ റഡാർ സ്ക്രീനുകളെ വൈറ്റ് ഔട്ട് ചെയ്യുകയുമാണ് ഇത് ചെയ്യുന്നത്. റഷ്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറാൻ നോക്കുന്ന ഏത് ആധുനിക വിമാനത്തെയും വഴിതെറ്റിക്കാനും അവയുടെ ലക്ഷ്യസ്ഥാനം മാറ്റാനും ഈ നിശബ്ദ ഘാതകന് നിഷ്പ്രയാസം സാധിക്കും. ആഗോളതലത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ റഷ്യയും ഇറാനും നടത്തുന്ന നീക്കങ്ങളിൽ ക്രാസുഖ 4 ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാൻ റഷ്യൻ സാങ്കേതിക വിദ്യ കൈകോർക്കുമ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചാരവിമാനങ്ങൾ പലപ്പോഴും ദിശയറിയാതെ ഉഴലുകയാണ് പതിവ്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ഡ്രോണുകളും റഷ്യയുടെ ക്രാസുഖ പോലുള്ള ജാമിംഗ് സിസ്റ്റങ്ങളും ഒത്തുചേരുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക ആസ്ഥാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലിലാണ്. തങ്ങളുടെ റഡാറുകൾക്ക് പോലും കണ്ടെത്താനാവാത്ത വിധം ഒരു നോ ഫ്ലൈ സോൺ സൃഷ്ടിക്കാൻ ഈ സഖ്യത്തിന് സാധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. ക്രാസുഖ 4 ഒരു വിമാനത്തിന്റെയോ ഉപഗ്രഹത്തിന്റെയോ റഡാർ സംവിധാനത്തെ നേരിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ശത്രുവിന്റെ റഡാർ തരംഗങ്ങളുടെ അതേ ഫ്രീക്വൻസിയിൽ ശക്തമായ നോയ്സ് സൃഷ്ടിച്ച് അവരുടെ ആശയവിനിമയ ശൃംഖലയെ തകർക്കുന്നു. അമേരിക്കയുടെ അഭിമാനമായ അവാക്സ് വിമാനങ്ങളെപ്പോലും പ്രവർത്തനരഹിതമാക്കാൻ ശേഷിയുള്ള പ്ലാറ്റ്ഫോമാണിതെന്നും വിലയിരുത്തലുണ്ട്. ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, ബുദ്ധി കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും ലോകത്തെ കീഴടക്കാൻ കഴിയുമെന്ന് റഷ്യ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രാസുഖ 4 എന്നത് വെറുമൊരു ജാമിംഗ് സിസ്റ്റമല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള കടുത്ത മുന്നറിയിപ്പ് കൂടിയാണ്. മാത്രമല്ല, ഈ നിഗൂഢ യന്ത്രത്തിൻ്റെ ഉള്ളറ രഹസ്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നുള്ളതും അമേരിക്കയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നുണ്ട്. 18 ക്യാരറ്റ് മാറ്റും 196 ഗ്രാം തൂക്കവുമുള്ള വെറും നാണയമല്ല സമാധാനത്തിനുള്ള നോബൽ. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാനം കെടുത്തിയ ഒന്നുകൂടിയാണത്. ഒരുപാട് മോഹിച്ചിട്ടും ഒപ്പിച്ചെടുക്കാൻ പറ്റാത്ത നോബൽ ഇപ്പോൾ ട്രംപിനെ തേടി വൈറ്റ് ഹൗസിലെത്തിയിരിക്കുകയാണ്. മരിയ കൊറീന മച്ചാഡോയ്ക്ക് നോബൽ സമ്മാനിക്കുമ്പോൾ നോർവീജിയൻ നോബൽ കമ്മിറ്റി സ്വപ്നത്തിൽ പോലും ഇത് ട്രംപിൻ്റെ കൈകളിലെത്തുമെന്ന് കരുതി കാണില്ല. ഒരു സമയത്ത് സമാധാന നൊബേൽ ലഭിക്കാനായി പലതരത്തിലുള്ള നീക്കങ്ങളും നടത്തിയ നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോഴിതാ അന്ന് നഷ്ടപ്പെട്ട ആ നോബേലിന് ട്രംപ് തന്നെ അർഹനാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സമാധാന നൊബേൽ നേടിയ വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ. താൻ തന്റെ പുരസ്കാരം ട്രംപിന് നൽകിയെന്നാണ് മച്ചാഡോ പറയുന്നത്. വെനസ്വേലയെ സ്വതന്ത്രമാക്കാൻ ട്രംപ് നടത്തിയ നീക്കത്തിനുള്ള അംഗീകാരമായാണ് പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിച്ചതെന്നും മച്ചാഡോ അവകാശപ്പെടുന്നു. പുരസ്കാരം കൈമാറിയെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റ് വിവരങ്ങളൊന്നും നൽകാൻ അവർ തയ്യാറായില്ല. ലോകത്തിനു മുന്നിൽ മഹത്തായ നേതാവെന്ന പ്രതിച്ഛായ കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പോലും ഒരു നാടകത്തിന്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയാണ് വൈറ്റ് ഹൗസിൽ കണ്ടത്. വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന മെഡൽ ഡൊണാൾഡ് ട്രംപിന് കൈമാറിയപ്പോൾ അത് സമാധാനത്തിന്റെ ആദർശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിലുപരി വ്യക്തിപരമായ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള നീക്കമായിരുന്നു പിന്നാലെ ട്രംപ് പുഞ്ചിരിയോടെ പറഞ്ഞ വാക്കുകൾ ഒരു രാഷ്ട്രത്തലവന്റെ വിനയമോ ആത്മപരിശോധനയോ ആയിരുന്നില്ല. മറിച്ച് വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു മോഹം ഒടുവിൽ കൈവരിച്ചതിന്റെ ആത്മസംതൃപ്തി പുറത്തേക്ക് വന്ന നിമിഷമായിരുന്നു അത്. The person who actually got the Nobel Prize called me
and said, I'm accepting this in honor of you because you really deserved it. That a very nice thing to do. I didn't say then give it to me though. I think she might have. She was very nice, and I've been helping her along the way. They need a lot of help in Venezuela. It's a basic disaster. So, and you could also say it was given out for 24, and I was running for office in 24. All of the transactions that we did in terms of closing, but there are those that say we did so much. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മനുഷ്യരാശിക്കായി നടത്തിയ അസാധാരണ സേവനങ്ങളുടെ അംഗീകാരമാണ്. യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും തീ കൊളുത്തിയതിന്റെ ചരിത്രമുള്ള ഒരാൾക്ക് അത്തരമൊരു ബഹുമതി സ്വന്തം കൈകളിൽ എത്തണമെന്ന ആഗ്രഹം തന്നെ പരിഹാസ്യമാണ്. മിഡിൽ ഈസ്റ്റ് മുതൽ ലാറ്റിൻ അമേരിക്ക വരെ സംഘർഷങ്ങളെ രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റിയ ട്രംപ് സമാധാനമെന്ന വാക്ക് സ്വന്തം ഇമേജിനായി ഉപയോഗിച്ചതാണ് ഈ സംഭവത്തിൽ വീണ്ടും തെളിയുന്നത്. മച്ചാഡോയുടെ മെഡൽ കൈമാറ്റം സമാധാനത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം ട്രംപിന്റെ വ്യക്തിപരമായ മഹത്വവൽക്കരണത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായി മാറി. അതേസമയം ഒരിക്കൽ പ്രഖ്യാപിച്ച നൊബേൽ സമ്മാനം പിൻവലിക്കാനോ പങ്കിടാനോ മറ്റൊരാൾക്ക് കൈമാറാനോ കഴിയില്ലെന്ന കർശന നിലപാട് നോർവെജിൻ നൊബേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവർത്തിച്ചു. അവാർഡ് ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്തല്ലെന്നും അത് രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വസ്തുവല്ലെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ അരങ്ങേറിയ ചടങ്ങ് എത്രത്തോളം അർത്ഥശൂന്യമായിരുന്നുവെന്നത് തുറന്നു കാട്ടുന്നതായി ഈ വിശദീകരണം. വൈറ്റ് ഹൗസിൽ നടന്ന ഈ നാടകീയ ചടങ്ങ് സമാധാനത്തിന്റെ വിജയമല്ല, മറിച്ച് സമാധാനത്തെ പോലും സ്വന്തം ബ്രാൻഡിങ്ങിന് ഉപയോഗിക്കാൻ മടിക്കാത്ത ഒരു നേതാവിൻ്റെ രാഷ്ട്രീയ ശൂന്യതയുടെ തെളിവായി ചരിത്രം രേഖപ്പെടുത്തും. ഒപ്പം വെനസ്വേലയെ ദശകങ്ങളായി ശ്വാസം മുട്ടിച്ച ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിച്ചതല്ലാതെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിട്ടില്ല. അത്തരം നയങ്ങളുടെ മുഖ്യശില്പിയായ ഒരാൾക്ക് സമാധാനത്തിന്റെ പ്രതീകം ചാർത്താൻ ശ്രമിക്കുന്ന മച്ചാഡോയുടെ പ്രവൃത്തി വെനസ്വേലൻ ജനതയുടെ വേദനയോടുള്ള അനാദരവായി തന്നെ വായിക്കപ്പെടും. പോയ വാരത്തിൽ നിറഞ്ഞു നിന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങളും പ്രവൃത്തികളുമായിരുന്നു. ഏതു വിധേനയും ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കാൻ ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ ലോകരാജ്യങ്ങളെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുന്നുണ്ട്. കൈപ്പേറിയ അനുഭവം ഉണ്ടാകുന്നിടത്തു നിന്ന് നൈസായിട്ട് പിന്നാക്കം പോകാനും ട്രംപ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്തായാലും ട്രംപിന്റെ ആവനാഴിയിൽ ഇനിയും പല കുടില നീക്കങ്ങൾ ലോകത്തെ കാത്തിരിക്കുന്നുണ്ടാകും. വീണ്ടും കാണാം അടുത്ത വാരം.